നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. UAEക്ക് പിന്നാലെ ഗോൾഡൻ വിസ പദ്ധതിയുമായി ഒമാനും. ഈ മാസം 31 മുതൽ പദ്ധതി നിലവിൽ വരും. ഗോൾഡൻ വിസ നടപ്പാക്കുന്നത് രാജ്യത്ത് നിക്ഷേപക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും. UAEയിൽ നബിദിനം സെപ്റ്റംബർ 5-ന്. ഇസ്ലാമിക് കലണ്ടറിലെ 3-ാം മാസം റബിയൽ അവൽ ആഗസ്റ്റ് 5-ന് ആരംഭിക്കും. സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയായതിനാൽ ശനി, ഞായർ ഉൾപ്പെടെ 3 ദിവസം അവധി ലഭിക്കാൻ സാധ്യത. രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്നും രാഹുൽ. അവന്തികയുമായി നടത്തിയ ചാറ്റും ശബ്ദരേഖയും പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയം. പരീക്ഷണം നടത്തിയത് പാരച്യൂട്ടിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുന്നതിൽ സുപ്രധാന നാഴികക്കല്ലെന്ന് DRDO. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗബാധ സ്ഥിരീകരിച്ചത് വയനാട് തരുവണ സ്വദേശിക്ക്. രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. രോഗബാധിതർ വർദ്ധിച്ചതോടെ ആരോഗ്യവകുപ്പ് ആശങ്കയിൽ. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8-ആയി. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ചേതേശ്വർ പൂജാര ഇന്ത്യയ്ക്കായി 103 ടെസ്റ്റും 5 ഏകദിന മത്സരങ്ങളും കളിച്ചു. വിരമിക്കൽ പ്രഖ്യാപിച്ചത് എക്സ് പോസ്റ്റിലൂടെ. വാർത്തകൾ വിശദമായി നോക്കാം. UAEക്ക് പിന്നാലെ ഗോൾഡൻ വിസ പദ്ധതിയുമായി ഒമാനും. ഈ മാസം 31 മുതൽ പദ്ധതി നിലവിൽ വരും. രാജ്യത്ത് നിക്ഷേപക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുമായാണ് ഗോൾഡൻ വിസ നടപ്പാക്കുന്നത്. ഒമാൻ വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയമാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ദീർഘകാല നിക്ഷേപ താൽപര്യമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഗോൾഡൻ റെസിഡൻസി പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഗോൾഡൻ വിസക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. UAEയിൽ ഇസ്ലാമിക് കലണ്ടറിലെ 3-ാം മാസം റബിയൽ അവൽ ഓഗസ്റ്റ് 25-ന് ആരംഭിക്കുമെന്ന് വാന നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സെപ്റ്റംബർ 5-നായിരിക്കും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം. സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയായതിനാൽ ശനി, ഞായർ ഉൾപ്പെടെ 3 ദിവസം അവധി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അധികൃതർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. റബിയുൽ അവൽ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചതിനാൽ നാളെ ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച റബിയുൽ അവൽ 1-ഉം അതനുസരിച്ച് നബിദിനം സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ അറിയിച്ചു. യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വ്യോമാക്രമണം. പ്രസിഡന്റ് സമുച്ചയത്തിനും മിസൈൽ താവളങ്ങൾക്കും സമീപമുള്ള ഒരു സ്ഥലത്തെയാണ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. മധ്യ സനയിലെ ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ വ്യോമാക്രമണം നടന്നതായും ആളപായമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ടെന്നും ഹൂതി സുരക്ഷാ വൃത്തങ്ങൾ AFPയോട് പറഞ്ഞു. തുറമുഖ നഗരമായ ഹൊദൈദയിലും സമാനമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇസ്രായേൽ വാർത്താ ഏജൻസിയായ മാരിവ് പറഞ്ഞു. വെള്ളിയാഴ്ച ഹൂതികൾ ഇസ്രായേൽ പ്രദേശത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചതിന് മറുപടിയായാണ് ഇസ്രായേൽ സനയിൽ വ്യോമാക്രമണം നടത്തുന്നതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ ജെറുസലേം പോസ്റ്റിനോട് പറഞ്ഞു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെയും രാജി പ്രഖ്യാപിക്കാതെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്താസമ്മേളനം. പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങൾ മാത്രം. വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കുള്ളിലെ വിമർശകർക്ക് പരോക്ഷ മറുപടി നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റും രാഹുൽ പങ്കുവച്ചു. തന്നെ കൊടുക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് സ്ഥാപിക്കുകയായിരുന്നു മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തിക ഈ മാസം 1-ന് അയച്ച ചാറ്റും ശബ്ദരേഖയും പുറത്തുവിട്ടാണ് രാഹുൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അവന്തിക ആരോപണം ഉന്നയിക്കും മുമ്പ് തന്നെ വിളിച്ചു. മാധ്യമപ്രവർത്തകൻ വിളിച്ച ശബ്ദരേഖ അയച്ചു തന്നു. കൊടുക്കാൻ ശ്രമമെന്ന് തന്നോട് പറഞ്ഞുവെന്നും രാഹുൽ വിശദീകരിക്കുന്നു. ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്.
പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്ന് പറഞ്ഞ രാഹുൽ താൻ കാരണം പാർട്ടിക്ക് തലകുനിക്കേണ്ടി വരരുതെന്നും പാർട്ടി പ്രവർത്തകരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തി ഒരു കുറിപ്പും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സംഘടിതമായി ആക്രമിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും സ്തുതിപാഠകർ വിമർശകരായിട്ടും പരിഭവങ്ങളില്ലാതെ രാഹുൽ ഗാന്ധി പോരാടുന്നുവെന്നാണ് രാഹുൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രസ്ഥാനമാണ് വലുതെന്നും പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണെന്നും പോസ്റ്റിൽ പറയുന്നു. ശേഷം MLA ബോർഡ് വെച്ച വാഹനത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ രാഹുൽ തിരുവനന്തപുരത്തേക്കാണ് യാത്രയെന്ന സൂചന തന്നിരുന്നുവെങ്കിലും മിനിറ്റുകൾക്കകം തിരിച്ചെത്തിയ രാഹുലിനോട് രാജി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞുവെന്നായിരുന്നു മറുപടി. അമൃത ന്യൂസ്, പത്തനംതിട്ട. MLA സ്ഥാനം രാജിവെക്കാൻ രാഹുലിന് മേൽ സമ്മർദ്ദമേറുകയാണ്. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും പാർട്ടി മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് K മുരളീധരനും പറഞ്ഞു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് KPCC. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിന്മേൽ സമ്മർദ്ദമേറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടം രാജി സമർപ്പിക്കണമെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും പാർട്ടിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും അറിയിച്ചത്. രാഹുലിനെതിരെ പുറത്തുവരുന്ന ശബ്ദരേഖകൾ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണെന്നും മാതൃകാപരമായ തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും K മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കളും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാനും ഘടകകക്ഷി നേതാവ് KK രമയുമാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെതിരെയുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഭയപ്പാടുണ്ടാക്കുന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യ ആശയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. അതേസമയം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പേ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടോ എന്ന നിയമോപദേശം തേടിയിരിക്കുകയാണ് KPCC. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കടുത്ത നിലപാടുകളും കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. രാഹുൽ പ്രശ്നത്തിലൂടെ പാർട്ടിക്കുണ്ടായ കളങ്കം രാഹുലിന്റെ രാജിയിലൂടെ പരിഹരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവതരമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതേസമയം അധ്യക്ഷ പദവി രാജിവെച്ചതോടെ മാതൃകാപരമായ നടപടി പാർട്ടി എടുത്തുവെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. വൈകാതെ ഇത്തരം കാര്യങ്ങൾ എന്താണ് പാർട്ടിയുടെ തീരുമാനമെന്ന് നിങ്ങളെ അറിയിക്കാം. എന്നാൽ രാഹുലിന്റെ രാജി വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിഞ്ഞുമാറി. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്തെടുക്കും. എന്നാൽ ജനങ്ങളോട് ധാർമ്മികത കാണിക്കണമെന്നും രാജിവെച്ച് മാറി നിൽക്കണമെന്നും ഉമാ തോമസ് MLA ആവശ്യപ്പെട്ടു. നിമിഷം മുമ്പ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ചതിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാണെന്ന് ജബി മേത്തർ MP പ്രതികരിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് അസാധാരണവും അതീവ ഗൗരവതരവുമായ സംഭവമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. എന്തായാലും നല്ല സംരക്ഷണത്തോടുകൂടി വളർത്തിക്കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കുന്നത് KC വേണുഗോപാലും VD സതീശനുമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. രാഹുൽ രാജിവെക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. രാജിയിൽ കവിഞ്ഞൊന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുണ്ടായ ക്യാൻസറാണെന്ന് PV അൻവർ വിമർശിച്ചു. 1, 2, 3, 4, 5, 6 എന്താ പറയുക സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടനാ സ്ഥാനങ്ങളെ ഉപയോഗിച്ചുള്ള വോട്ട് മാർഗമാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് BJP നടത്തുന്ന നീക്കമാണിതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അതേസമയം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പാട്നയിൽ പറഞ്ഞു.
വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി ആരാരിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുള്ള വോട്ട് മാർഗമാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന് രാഹുൽ ഗാന്ധി. ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു. കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് BJP നടത്തുന്ന നീക്കമായതുകൊണ്ടാണ് അവർക്ക് പരാതിയില്ലാത്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. वोटर 65 लाख कटे, मगर बीजेपी कुछ नहीं कह रही. क्यों? क्योंकि पार्टनरशिप है. इलेक्शन कमीशन, इलेक्शन कमिश्नर और बीजेपी के बीच में पार्टनरशिप है. മരിച്ചതായി പ്രഖ്യാപിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ബീഹാറിലെ നിരവധി പേരെ കണ്ടെത്തിയെന്നും രാഹുൽ പറഞ്ഞു. വലിയ മാറ്റത്തിന് ബീഹാറിൽ തുടക്കം കുറിക്കും. പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷമായ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രവിശങ്കർ പ്രസാദ് രംഗത്തെത്തി. നുണയും അസംബന്ധവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ക്ഷമയാണ് കോൺഗ്രസും RJDയും പരീക്ഷിക്കുന്നതെന്നും രവിശങ്കർ പ്രസാദ് പാട്നയിൽ വ്യക്തമാക്കി. तो आप सुप्रीम कोर्ट जाएंगे तो वहां का इंतजार नहीं करेंगे, आप चुनाव में हारेंगे तो चिल्लाएंगे, आप इलेक्शन पिटीशन नहीं फाइल करेंगे, आप एफिडेविट पर आरोप नहीं लगाएंगे और फिर भी कहेंगे जो हम कर रहे हैं वही सही है. കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി മുതിർന്ന BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും രാഹുലിനും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്ന ആരോപണങ്ങൾക്കെതിരെ നിലകൊള്ളുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ബഹിരാകാശ മേഖലയിലെ നിർണായക ചുവടുവെപ്പുകൾക്കായുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി തുടരുന്നു. ഒപ്പം പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഒഡീഷ തീരത്ത് വെച്ചാണ് പരീക്ഷണം നടന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് എക്സ്പോസ്റ്റ് വഴി ഇക്കാര്യം അറിയിച്ചത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇത്. അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുള്ള ബഹുതല പ്രതിരോധ കവചമാണ് ഇത്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ അതിവേഗ ശത്രുവിമാനങ്ങളും മിസൈലുകളും വരെയുള്ള വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള നിർണായക പരീക്ഷണവും പൂർത്തിയായി. ബംഗാൾ ഉൾക്കടലിന് സമീപം ശ്രീഹരിക്കോട്ടയിലായിരുന്നു ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റിന്റെ പരീക്ഷണം. ISROയും നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ശേഷിയും സുരക്ഷയും സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക ഘട്ടമാണ് ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശ യാത്രികർ ഉൾപ്പെടുന്ന ക്രൂ മോഡ്യൂൾ പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴെ ഇറക്കാൻ കഴിയുമോ എന്നാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ISRO കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മാതൃക പുറത്തിറക്കിയത്. 2028 ആകുമ്പോഴേക്കും ആദ്യ മൊഡ്യൂൾ ഭ്രമണപഥത്തിലെത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലാണ് ഇവ സ്ഥാപിക്കുക. 2035 ആകുമ്പോഴേക്കും 5 മോഡ്യൂളുകൾ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്തിലെ വിവിധ ഘടകങ്ങളുടെ പഠനത്തിനുള്ള ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാവും BIS പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പ്രവാസികൾക്കായി നോർക്ക ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലെ 14,000-ഓളം ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം 22-ന് തുടങ്ങുമെന്ന് നോർക്ക പ്രതിനിധികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് 5 ലക്ഷം രൂപയും അപകടമരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഭർത്താവ്, ഭാര്യ, 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് 13,275 രൂപയാണ് വാർഷിക പ്രീമിയം. അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും 4,130 രൂപ വീതം നൽകണം. വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ 7,965 രൂപ നൽകിയാൽ മാത്രം മതി. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നതാണ് നോർക്ക കെയറിന്റെ പ്രത്യേകത. കേരളത്തിലെ 410 ആശുപത്രികളടക്കം ഇന്ത്യയിൽ 14,000 ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കും. 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറും 14,000-ലധികം ഇന്ത്യയിലെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സംവിധാനമുണ്ട്.
നോർക്ക ID കാർഡ് പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ പദ്ധതിയിലെ ഭാഗമാക്കിയിരിക്കുന്നത്. അപകട ഇൻഷുറൻസ് കവറേജ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട്. ഒക്ടോബർ 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയിൽ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെ അംഗങ്ങളാകാം. നവംബർ 1-നാണ് പദ്ധതി നിലവിൽ വരുന്നത്. ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളെ ചേർക്കുന്നതിന്റെ ഭാഗമായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലാ യോഗങ്ങൾ UAE-യിൽ വിവിധയിടങ്ങളിൽ നടക്കുകയാണ്. വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണനൊപ്പം നോർക്ക റൂട്ട് CEO അജിത് കൊളശ്ശേരി, സെക്രട്ടറി ഹരികിഷോർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ദുബായിൽ സ്വകാര്യ മേഖലയിൽ 25 വിദ്യാലയങ്ങൾ കൂടി തുറക്കുന്നു. 16 പ്രാഥമിക വിദ്യാലയങ്ങളും 6 സ്കൂളുകളും IIM അഹമ്മദാബാദിന്റെ ദുബായ് ക്യാമ്പസ് ഉൾപ്പെടെ 3 അന്താരാഷ്ട്ര സർവകലാശാല ക്യാമ്പസുകളുമാണ് ദുബായിൽ ഈ അധ്യയന വർഷം തുറക്കുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുറക്കുന്നതോടെ പുതുതായി 10,000-ലേറെ സ്കൂൾ സീറ്റുകളും 2,400-ഓളം കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവസരവും ലഭിക്കും. 5 UK കരിക്കുലം സ്കൂളുകളും 1 ഫ്രഞ്ച് കരിക്കുലം വിദ്യാലയവും പുതുതായി തുറക്കുന്നവയിൽ ഉൾപ്പെടുന്നുണ്ട്. IIM അഹമ്മദാബാദ് ക്യാമ്പസിന് പുറമെ ലെബനനിൽ നിന്നുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ബെയ്റൂട്ട്, സൗദി അറേബ്യയിൽ നിന്നുള്ള ഫഖി കോളേജ് ഫോർ മെഡിക്കൽ സയൻസ് എന്നിവയാണ് പുതുതായി ദുബായിലെത്തുന്ന വിദേശ സർവകലാശാലാ സ്ഥാപനങ്ങൾ. സൗദിയിൽ സുരക്ഷാ പരിശോധന കടുപ്പിക്കുന്നു. ഒരാഴ്ചക്കിടെ 12,920 ഇക്കാമ തൊഴിൽ അതിർത്തി നിയമലംഘകരെ നാടുകടത്തിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഓഗസ്റ്റ് 14 മുതൽ 20 വരെ വിവിധ പ്രവിശ്യകളിലെ ഡീപ്പോർട്ടേഷൻ കേന്ദ്രങ്ങൾ വഴിയാണ് ഇവരെ നാടുകടത്തിയത്. ഈ കാലയളവിൽ നടന്ന സുരക്ഷാ പരിശോധനകളിൽ 13,551 ഇക്കാമ നിയമലംഘകർ, 4,665 നുഴഞ്ഞുകയറ്റക്കാർ, 4,006 തൊഴിൽ നിയമലംഘകർ എന്നിവർ ഉൾപ്പെടെ 22,222 പേർ പിടിയിലായി. അതിർത്തി വഴി അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിച്ച 1,786 പേർ അറസ്റ്റിലായി. തബൂക്ക് ബീച്ച് 2025 എന്ന പേരിൽ സൗദിയിലെ കലാകാരന്മാരുടെ സംഘടനയായ സൗദി കലാസംഘം നവംബർ 28-ന് തബൂക്കിൽ വെച്ച് നടക്കുന്ന SKS-ന്റെ വാർഷിക പ്രോഗ്രാമിന്റെ പോസ്റ്റർ റിലീസ് ജിദ്ദ ഷറഫിയയിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു. സൗദി കലാസംഘം നവംബർ 28-ന് തബൂക്കിൽ വെച്ച് നടത്തുന്ന തബൂക്ക് ബീറ്റ്സ് 2025 എന്ന പരിപാടിയുടെ പോസ്റ്റർ റിലീസ് ജിദ്ദയിലെ സറഫിയയിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു. പോസ്റ്റർ പ്രകാശനം SKS രക്ഷാധികാരികളായ ഹസൻ കൊണ്ടോട്ടി, ഇജാസ് കളരിക്കൽ, ഇസ്മായിൽ ഇബ്നു, ഡോക്ടർ ഹാരിസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സെക്രട്ടറി വിജേഷ് ചന്ദ്ര നിർവഹിച്ചു. പരിപാടിയിൽ ഗായകരായ ജമാൽ പാഷ, സോഫിയ സുനിൽ, നടനും ഗായകനുമായ കമറുദ്ദീൻ, സാദിഖ് തുവൂർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഗാനസന്ധ്യയും അരങ്ങേറി. നിസാർ മടവൂർ അവതാരകനായിരുന്നു. വാസു വെളുത്തോട്, സീതി കൊളക്കാടൻ, അലി തേക്കിന്തോട്, മോഹൻ ബാലൻ, അസ്രഫ് ചുക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ ഫിലിപ്പീനോ ഗാർഹിക ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള ഫിലിപ്പീൻസ് തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ കുവൈറ്റിൽ പ്രതിഷേധം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഫിലിപ്പീനോ ഗാർഹിക തൊഴിലാളികളുടെ കുറഞ്ഞ ശമ്പള പരിധി $500 നിജപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻസ് തൊഴിൽ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രധാനമായും കുവൈറ്റ് പൗരന്മാരായിരിക്കും ബാധിക്കുകയെന്ന് ഡൊമസ്റ്റിക് ലേബർ ഓഫീസ് ഫെഡറേഷൻ മേധാവി ഖാലിദ് അൽ ദഖ്നാൻ വ്യക്തമാക്കി. കുവൈറ്റിലെ ഫിലിപ്പീൻസ് ഗാർഹിക തൊഴിലാളികൾക്ക് ഓരോ വർഷത്തെ ജോലിക്കും 1 മാസത്തിന് തുല്യമായ സേവനാനന്തര ആനുകൂല്യം നൽകുവാൻ വ്യവസ്ഥയുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഈ ആനുകൂല്യം ബാധകമാക്കിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ വേതന വർധവ് കുവൈറ്റി പൗരന്മാരെ ആയിരിക്കും പ്രതികൂലമായി ബാധിക്കുക. ഓരോ കുവൈറ്റി കുടുംബങ്ങളിലും 2-ഓ അതിലധികമോ ഗാർഹിക തൊഴിലാളികളുണ്ട്. ഇത് കുവൈറ്റി കുടുംബങ്ങൾക്ക് അധിക ബാധ്യതയായി പരിണമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റിയാദ് പ്രവിശ്യയിലെ 2 വിനോദ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഡെപ്യൂട്ടി ഗവർണർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ രാജകുമാരൻ ഉത്തരവിട്ടു. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി എയർ റൈഡുകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ചതിനെ തുടർന്നാണിത്. വിനോദ പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് റിയാദ് പ്രവിശ്യ പോലീസ് മേധാവിക്ക് അയച്ച സന്ദേശത്തിൽ ഡെപ്യൂട്ടി ഗവർണർ വ്യക്തമാക്കി. നേരത്തെ തായിഫിലെ ജബൽ അൽ അമ്യൂസ്മെന്റ് പാർക്കിൽ യന്ത്ര ഊഞ്ഞാൽ പൊട്ടിവീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പരിക്കേറ്റ ഒരു സൗദി ബാലിക ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തിരുന്നു. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വം നിരീക്ഷിക്കുന്നതിന് ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുമെന്ന് മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മനാൽ അൽ അസ്ഫോർ. രാജ്യത്തെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ശുചീകരണ കമ്പനികൾക്കായി ഏർപ്പെടുത്തിയ വ്യവസ്ഥകളിലാണ് വിവിധ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത്. വാഹനങ്ങളിൽ ഘടിപ്പിച്ച 360 ഡിഗ്രി കോണിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്യാമറകൾ, മരുപ്രദേശങ്ങൾ, കാർഷിക മേഖലകൾ, ശാലേ പ്രദേശങ്ങൾ എന്നിവയുടെ ശുചീകരണം നിരീക്ഷിക്കാൻ ഡ്രോണുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനം.
വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 12 വരെയാണ് മാലിന്യം നീക്കം ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റി സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ക്ലീനിംഗ് വാഹനങ്ങളിൽ മാലിന്യം നീക്കം ചെയ്യുന്ന സമയം വ്യക്തമായി സൂചിപ്പിക്കുകയും വീട്ടുടമസ്ഥരെ ബോധവൽക്കരിക്കണമെന്നും ഫലപ്രദമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കണമെന്നും പുതിയ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു. വയനാട്ടിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു. വെള്ളമുണ്ട തരുവണ സ്വദേശിക്കാണ് അമീബിക് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 തരുവണ സ്വദേശിയായ 25-കാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 45-കാരന് കഴിഞ്ഞ ദിവസം അമീബിക് സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം സ്വദേശികളായ 49-കാരനും 47-കാരനും 11-കാരിയും കോഴിക്കോട് സ്വദേശികളായ 38-കാരനും 3 മാസം പ്രായമുള്ള കുഞ്ഞും ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുള്ള അനയ്യയുടെ സഹോദരനും ഉൾപ്പെടെ 8 പേരാണിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യവകുപ്പിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളിൽ നിന്നോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ ആവാം രോഗബാധയേറ്റതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി വനിതാ SIമാർ. മോശം പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശം അയച്ചതിന് DIG അജിത ബീഗത്തിനാണ് 2 വനിതാ SIമാർ പരാതി നൽകിയത്. DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SP മെറിൻ ജോസഫിനെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചു. തലസ്ഥാനത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെയാണ് മോശം പരാമർശമടങ്ങിയ സന്ദേശങ്ങൾ അയച്ചതായി ചൂണ്ടിക്കാട്ടി 2 വനിതാ SIമാർ DIG അജിത ബീഗത്തിന് പരാതി നൽകിയത്. തെക്കൻ ജില്ലയിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നപ്പോൾ സന്ദേശം അയച്ചു എന്നാണ് പരാതി. തിരുവനന്തപുരത്ത് സുപ്രധാന പദവിയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ജോലി നോക്കുന്നത്. നേരത്തെ ക്രമസമാധാന ചുമതലയടക്കം ഇദ്ദേഹം വഹിച്ചിരുന്നു. പരാതിക്കൊപ്പം സന്ദേശങ്ങളുടെ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ SIമാരിൽ നിന്നും മൊഴിയെടുത്ത DIG ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന പോഷ് ആക്ട് പ്രകാരം അന്വേഷണം വേണമെന്ന് DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് SP മെറിൻ ജോസഫിനെ DGP അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ IPS ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VCമാരുടെ നിയമനത്തിലാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരുടെ സ്ഥിരം നിയമനത്തിലാണ് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. UGC നിഷ്കർഷിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. സെപ്റ്റംബർ 19 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ നേരിട്ട് താൽക്കാലിക നിയമനം നടത്തിയതിനെ ചോദ്യം ചെയ്താണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയെ കോടതി തിരഞ്ഞെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പട്ടിക സർക്കാരും ഗവർണറും കോടതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാർ വേണമെന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉത്തരേന്ത്യയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ജമ്മു കശ്മീരിൽ കനത്ത മഴ തുടരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലും പ്രളയസമാനമായ സാഹചര്യമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകി. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലെ സഹർഗാത്ത് നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിന് കനത്ത നാശനഷ്ടമുണ്ടായി. പ്രദേശത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് നദി കരകവിഞ്ഞൊഴുകി. ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലും കത്വ ജില്ലയിലെ സഹർഗത്ത് അരുവിക്ക് കുറുകെയുമുള്ള പ്രധാന പാലത്തിന് കനത്ത മഴയിൽ കേടുപാടുകൾ സംഭവിച്ചതായും 2 പാലങ്ങളിലെ ഗതാഗതം നിർത്തിവെച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനിടെ കിഷ്ത്വാറിലെ മിന്നൽ പ്രളയത്തിൽ പരിക്കേറ്റവരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിച്ചു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമുണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാജസ്ഥാനിലും ഒഡീഷയിലും ഗുജറാത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്.
രാജസ്ഥാനിൽ ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ആഗസ്റ്റ് 30 വരെ ഗുജറാത്തിലും ആഗസ്റ്റ് 26 വരെ രാജസ്ഥാനിലും കനത്ത മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിലും അടുത്ത ആഴ്ച കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ചേതേശ്വർ പൂജാര എക്സിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. അവസരങ്ങൾ ലഭിക്കാത്തതാണ് 37 വയസ്സുകാരനായ പൂജാര വിരമിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ഒരു പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വിശ്വസ്തനായിരുന്നു ചേതേശ്വർ പൂജാര. വിരമിക്കൽ സംബന്ധിച്ച് പൂജാര സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിച്ചത്. രാജ്കോട്ട് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നെത്തിയ തനിക്ക് ആഗ്രഹിച്ചതിലധികം ക്രിക്കറ്റ് നൽകിയെന്നാണ് തന്റെ വിടവാങ്ങൽ കുറിപ്പിൽ പൂജാര വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിനായി കളിക്കാനായതിൽ അഭിമാനമുണ്ടെന്നും പൂജാര കുറിക്കുന്നു. ക്രിക്കറ്റ് ജീവിതത്തിൽ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും BCCIക്കും സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനും പൂജാര നന്ദി പറഞ്ഞു. 2010 മുതൽ 2023 വരെ 103 ടെസ്റ്റുകളിൽ ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. പിന്നീട് ടെസ്റ്റ് ടീമിൽ അവസരം ലഭിച്ചില്ല. ടെസ്റ്റിൽ 19 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 7195 റൺസ് ചേതേശ്വർ പൂജാര സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദിനത്തിൽ 5 മത്സരങ്ങളും കളിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 278 മത്സരങ്ങളിൽ നിന്ന് 21,301 റൺസും അടിച്ചെടുത്തു. ആഭ്യന്തര ക്രിക്കറ്റിൽ 66 സെഞ്ചുറികൾ പൂജാരയുടെ പേരിലുണ്ട്. 2010 ഓസ്ട്രേലിയക്കെതിരെ ബംഗളൂരുവിലായിരുന്നു പൂജാരയുടെ രാജ്യാന്തര അരങ്ങേറ്റം. 2012 ഹൈദരാബാദിൽ ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിലാണ് ടെസ്റ്റിലെ കന്നി സെഞ്ചുറി പൂജാര നേടിയത്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അവസാനത്തെ രാജ്യാന്തര മത്സരം. ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റിൽ യോർക്ക്ഷയർ, ഡെർബിഷെയർ, സക്സസ് ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. IPLൽ പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകളുടെ ഭാഗവുമായിരുന്നു. രാഹുൽ ദ്രാവിഡിന് ശേഷം ഒരു ദശകത്തോളം 3-ാം നമ്പറിൽ ഇന്ത്യയുടെ വിശ്വസ്തനായി വളർന്ന പൂജാര പ്രതിരോധത്തിന്റെ പേരിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്കും കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്കും പൂജാരയെ പരിഗണിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും യുവതാരങ്ങൾക്കാണ് സെലക്ടർമാർ പരിഗണന നൽകിയത്. ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കുമെതിരായ ടെസ്റ്റ് പരമ്പരകളിൽ കമന്റേറ്ററായും പൂജാര ശ്രദ്ധേയനായിരുന്നു. രഞ്ജി ട്രോഫിയുടെ 2025 സീസണിലും സൗരാഷ്ട്രയുടെ താരവുമായിരുന്നു. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.